അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. സ്ത്രീകളിൽ ഗർഭധാരണം വൈകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഏറെയും ഹോർമോൺ അസന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീയിൽ ഹോർമോൺ പ്രക്രിയകൾ കൃത്യമായി നടക്കേണ്ടത് ഗർഭധാരണത്തിന് എന്ന് മാത്രമല്ല സ്ത്രീ ആരോഗ്യത്തിന്റെ കൂടി പ്രധാന വശമാണ്. ഈസ്ട്രജൻ സ്ത്രീ ശരീരത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഹോർമോണാണ്. പോളിസിസ്റ്റിക് ഓവറി, എൻഡോമെട്രിയോസിസ് എന്നീ രോഗങ്ങൾക്ക് പ്രധാന കാരണം ഇത്തരം ഹോർമോണുകളുടെ അളവിലെ വ്യത്യാസങ്ങളാണ്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോണുകളുടെ അഭാവം, തൈറോയിഡ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥികളുടെ പ്രവർത്തനക്കുറവ്, പ്രൊലാക്റ്റിൻ ഹോർമോൺ അധികമാകുന്നത് ഇതൊക്കെ ഗർഭധാരണത്തിന് തടസ്സമാണ്. ഓവറികളിലെ ഫോളിക്കിൾസ് പൊട്ടാതെ ഇരുന്നാലും അണ്ടോൽപാദനം നടക്കില്ല. ഇതിനു സഹായിക്കുന്നതും ഹോർമോണുകളാണ്. സ്ത്രീകളിൽ പുരുഷ ഹോർമോൺ വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. PCOD അല്ലെങ്കിൽ PCOS ആണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നം. മാസമുറയോടനുബന്ധിച്ച് സ്ത്രീകളിൽ അകാരണമായി ദേഷ്യം, ഡിപ്രഷൻ, സങ്കടം വരിക തുടങ്ങിയ അവസ്ഥകൾ കണ്ടുവരുന്നുണ്ട്. പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം അഥവാ PMS എന്നറിയപ്പെടുന്ന ഈ അവസ്ഥക്ക് കാരണം ഹോർമോൺ വ്യതിയാനങ്ങൾ തന്നെയാണ്. തീരെ ഭാരം കുറഞ്ഞവരിലും അമിത വണ്ണമുള്ളവരിലും വയറിന്റെ ഭാഗത്ത് അധിക കൊഴുപ്പടിഞ്ഞിട്ടുള്ളവരിലും ഹോർമോൺ പ്രശ്നങ്ങൾ കണ്ടുവരുന്നു. PCOD, PCOS പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആണല്ലോ ഇവിടെ ഏറെ പേരുമുള്ളത്. ശരീരത്തിലെ ഇൻസുലിൻ ഹോർമോണിന്റെ പ്രവർത്തനത്തിനെതിരെ പ്രതിരോധക്ഷമത വർദ്ധിക്കുന്നതാണ് ഇതിന്റെ മുഖ്യ കാരണം. ഇൻസുലിന്റെ ഉൽപാദനം വർദ്ധിക്കുന്നത് മൂലം ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, അണ്ഡാശയം എന്നിവയെ സാരമായി ബാധിച്ച് അവയുടെ പ്രവർത്തനത്തിൽ വ്യത്യാസം സൃഷ്ടിക്കുന്നു. തന്മൂലം പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഹോർമോണുകളുടെ അളവ് PCOS ബാധിച്ച സ്ത്രീകളുടെ ശരീരത്തിൽ വർദ്ധിക്കുകയും ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ തെറ്റി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. PCOS ബാധിച്ച സ്ത്രീകളിൽ അണ്ടോൽപാദനം ഇല്ലാതെ വരികയും അത് ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ആർത്തവം കൃത്യമല്ലാതിരിക്കുക, ആർത്തവം വരാതിരിക്കുക, അമിത ആർത്തവം, അമിത വണ്ണം വെക്കുക, മുഖത്തും ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലും രോമ വളർച്ച, തലമുടി കൊഴിയുക, ഇതൊക്കെ പുരുഷ ഹോർമോൺ സ്ത്രീകളിൽ വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതുകൂടാതെ ദേഷ്യം, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകുക, അമിതമായ ചൂടും തണുപ്പും അനുഭവപ്പെടുക, പെട്ടെന്ന് വിയർക്കുക, ഏകാഗ്രത അഥവാ കോൺസെൻട്രേഷൻ കുറയുക, ഉറക്കം ലഭിക്കാൻ പ്രയാസപ്പെടുക, കോച്ചിപ്പിടുത്തമുണ്ടാകുക, ഇതൊക്കെ സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥയുടെ ലക്ഷണങ്ങളാണ്. സ്ത്രീകളിലെ ലൈംഗിക താല്പര്യക്കുറവിന് പിന്നിലും ഹോർമോൺ അസന്തുലിതാവസ്ഥക്ക് പ്രധാന സ്ഥാനമുണ്ട്. സ്ത്രീകളിലെ മാറിട വളർച്ച, രഹസ്യഭാഗത്തെ രോമ വളർച്ച എന്നിവയ്ക്കുള്ള പ്രധാന കാരണം ഈസ്ട്രജൻ ഹോർമോണാണ്. ഈസ്ട്രജൻ കുറവ് കൊണ്ട് ലൂബ്രിക്കേഷൻ കുറയുന്നതോടൊപ്പം യോനി പ്രദേശത്തെ സെൻസേഷൻ കുറയുകയും ചെയ്യുന്നു. ഇതൊക്കെ ലൈംഗിക താല്പര്യം നഷ്ടപ്പെടാനും കാരണമാകുന്നു. എന്ന് മാത്രമല്ല ഈസ്ട്രജൻ കുറവ് ആർത്തവ വിരാമമുണ്ടാക്കുകയും ചെയ്യും. ഈസ്ട്രജൻ ഹോർമോണിന്റെ കുറവ് ചർമ്മത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുകയും കഴുത്തിന് പിറകിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും കറുത്ത പാടുകൾ, ചർമ്മം വരളുക, നിറം മങ്ങലി എന്നിവ സംഭവിക്കാനും കാരണമാകുന്നു. സ്ത്രീകളിലെ പ്രത്യുൽപാദന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് തന്നെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോണുകൾ ചേർന്നാണ്. ആർത്തവം, സെക്സ് താല്പര്യം തുടങ്ങി ഗർഭധാരണം, മുലയൂട്ടൽ തുടങ്ങിയ എല്ലാറ്റിനും ഇത് ഏറെ പ്രധാനമാണ്. ഹോർമോൺ ഇംബാലൻസ് പരിഹരിക്കാൻ പ്രധാനം ജീവിതശൈലിയിലും ഭക്ഷണത്തിലും ശ്രദ്ധിക്കുക എന്നത് തന്നെയാണ്. ഭക്ഷണക്രമവും വ്യായാമവും വഴി ഒരു പരിധിവരെ ഹോർമോൺ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ കഴിയും. റെഡിമെയ്ഡ് ഭക്ഷണങ്ങൾ ഒഴിവാക്കി പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നതാണ് ഇതിനുള്ള ഏറ്റവും പ്രധാന മാർഗം. അമിത വണ്ണം ഒഴിവാക്കുക, മിതവും ആരോഗ്യകരവുമായ ഭക്ഷണം ശീലമാക്കുക, കൃത്യമായ വ്യായാമം, ഉറക്കം എന്നിവ ശീലമാക്കുക. വ്യായാമം പതിവായി ചെയ്യണം, എന്നാൽ അമിത വ്യായാമം ഒഴിവാക്കുകയും വേണം. പച്ചക്കറി, പഴവർഗ്ഗങ്ങള്, ഇലക്കറികള് എന്നിവ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. പൊറോട്ട, ബ്രോയിലർ ചിക്കന്, അതിൻ്റെ മുട്ട, കുക്കിംഗ് ഓയിലുകൾ മുതലായ ഭക്ഷണങ്ങളും ഒഴിവാക്കണം. നമ്മുടെ സാധാരണ നാടൻ ഭക്ഷണത്തിലേക്ക് മടങ്ങുക, അതും മിതമായ അളവിൽ മാത്രം. ഇഡ്ഡലി, സാമ്പാർ, അവിയല്, തോരന്, മത്സ്യങ്ങള് തുടങ്ങിയ ആഹാരമാണ് നമ്മുടെ ശരീരപ്രകൃതിക്കും കാലാവസ്ഥക്കും അനുയോജ്യം. ചീര, മുരിങ്ങയില, വെണ്ടക്ക, ചേന, ചേമ്പ്, കാച്ചില്, പപ്പായ, പയറ്, കടല തുടങ്ങിയവ നിത്യവും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ക്രമമല്ലാത്ത ആർത്തവത്തിന് രാവിലെ വെറും വയറ്റിൽ
എള്ളും ശർക്കരയും കഴിക്കുന്നത് നല്ലതാണ്. ഇത് ഹോർമോൺ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് ആർത്തവ ചക്രം ക്രമപ്പെടുത്തും. സ്ത്രീ ഹോർമോണിന്റെ ശരിയായ സന്തുലിതാവസ്ഥയ്ക്ക് പറ്റിയ പല ഘടകങ്ങളും മേൽപ്പറഞ്ഞ ഭക്ഷണങ്ങളിലുണ്ട്. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, പാക്കറ്റ് ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ ഒഴിവാക്കണം. ഫാസ്റ്റ് ഫുഡ് പൂർണ്ണമായും ഒഴിവാക്കണം. പഴങ്ങൾ, മത്സ്യങ്ങൾ, നട്സുകൾ എന്നിവ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹോർമോൺ പ്രശ്നങ്ങൾ കുറക്കാനും വന്ധ്യതാ പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാനും സഹായിക്കും. കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം, ചെറുനാരങ്ങ വെള്ളം, ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം, പാലിൽ മഞ്ഞൾ ചേർത്ത് തിളപ്പിച്ച് കുടിക്കുന്നത്, ചെമ്പരത്തി ചായ ഉണ്ടാക്കി കുടിക്കുന്നത്, ഫ്ലക്സ് സീഡ് കഴിക്കുന്നത്, ഇതൊക്കെ ഹോർമോൺ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള നാടൻ വഴികളാണ്. ഹോർമോൺ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആർത്തവ ചക്രം ക്രമപ്പെടുത്താൻ പയറുവർഗ്ഗങ്ങൾ, ക്യാരറ്റ്, മധുരക്കിഴങ്ങ് എന്നിവ ഭക്ഷണത്തിൽ വർദ്ധിപ്പിക്കുക. പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ കൊഴുപ്പ് മാറ്റിയ പാൽ വിഭവങ്ങൾ, പച്ചക്കറികൾ, പച്ചിലക്കറികൾ എന്നിവ കഴിക്കണം. അതുപോലെ വിളർച്ച തടയാൻ നെല്ലിക്ക, ഈത്തപ്പഴം, റാഗി, അണ്ടിപ്പരിപ്പ്, തക്കാളി എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക. അണ്ടോൽപാദനവും ഓവുലേഷനും ക്രമപ്പെടുത്താൻ മല്ലി, ശതാവരി, ഉണക്കമുന്തിരി, മുരിങ്ങക്ക, എള്ള് എന്നിവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെ നിങ്ങളുടെ ഭക്ഷണങ്ങളിൽ കൂടെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പലരും അമിത ടെൻഷന്റെയും മാനസിക സമ്മർദ്ദത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും ആളുകളാണ്. ഇത് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുകയാണ് ചെയ്യുക. മാനസിക സമ്മർദ്ദവും വലിയ അളവിൽ ഹോർമോൺ തകരാറുകൾ ഉണ്ടാക്കും. സന്തോഷകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുക. യാത്രകൾ, മറ്റു വിനോദങ്ങൾ തുടങ്ങി മാനസിക ഉല്ലാസം ലഭിക്കുന്ന കാര്യങ്ങൾ കൂടി ചെയ്യാൻ ശ്രദ്ധിക്കണം. വീട്ടിലെ പണികൾ മാത്രം ചെയ്യുന്നത് കൊണ്ട് ആവശ്യമായ വ്യായാമം ലഭിക്കണമെന്നില്ല. നിത്യേനയുള്ള നടത്തം അരമണിക്കൂറെങ്കിലും അത്യാവശ്യമാണ്. ചെറിയൊരു ശതമാനം സ്ത്രീകളിൽ ഹോർമോൺ പ്രശ്നങ്ങൾക്ക് മരുന്നിന്റെ ആവശ്യമുണ്ട്. അത് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പിന്തുടരേണ്ട കാര്യങ്ങളാണ്. ഹോർമോൺ അസന്തുലിതാവസ്ഥ കൊണ്ട് പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അനുഭവപ്പെടുക. പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഭക്ഷണ ക്രമീകരണവും സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ എളുപ്പം ഗർഭധാരണത്തിനും നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങൾ അകറ്റാനും കഴിയും. ക്ഷമയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും അവ ചെയ്യാനും പലർക്കും കഴിയുന്നില്ല എന്നത് അവരുടെ കമന്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നം അകറ്റാൻ മുൻകൈ എടുക്കേണ്ടതും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതും നിങ്ങൾ തന്നെയാണ്. അതിന് ആദ്യം കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുക എന്നതാണ് വേണ്ടത്. വീഡിയോയിലൂടെ കാര്യങ്ങൾ പറയാനല്ലേ നമുക്ക് പറ്റൂ. ഓരോ വീഡിയോയും കേൾക്കുകയും കൃത്യമായി മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുവാനും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.